നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം ഒരു പുതിയ മാസത്തിൻ്റെ ആരംഭമാണ്. ആഗസ്റ്റ് മാസം 1-ാം തീയതി 2026 ആഗസ്റ്റ് 1, അതായത് 1201 കർക്കിടക മാസം 16-ാം തീയതി. ശങ്കരാചാര്യരുടെ ഒരു പ്രഗത്ഭമായ ശ്ലോകമുണ്ട്. ആയുർനശ്യതി പശ്യതാം പ്രതിദിനം യാതിക്ഷയം യൗവനം പ്രത്യായാന്തിഗത പുനർന്ന ദിവസാ കാലോ ജഗദ്ഭക്ഷക ലക്ഷ്മീസ്തോയ തരംഗഭംഗചപല വിദ്യുച്ചലം ജീവിതം തസ്മാത്മാം ശരണാഗതം ശരണത ത്വം രക്ഷാധുന. ആയുസ് ഓരോ ദിവസവും കടന്നു പോകുന്നു. പ്രതിദിനം നോക്കൂ, ഓരോ ദിവസം കടന്നു പോവുകയാണ്. പ്രത്യായാന്തിഗത, കഴിഞ്ഞ ഒരു ദിവസവും തിരിച്ചു വരില്ല. കാലം ലോകത്തിനെ ഭക്ഷിക്കുന്നു. അത്ര പെട്ടെന്ന് 2026 7 മാസങ്ങൾ കഴിഞ്ഞു. അത്ര പെട്ടെന്നാണ് ദിനരാത്രങ്ങളുടെ സഞ്ചാരമെന്ന് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. അന്നന്ന് ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങൾ അന്നന്ന് ചെയ്യണം. ദിവസേനവ തത്കുര്യാത് ഏന രാത്രോ സുഖം വസേത്. നിങ്ങൾ പകൽ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭംഗിയായി ചെയ്താൽ രാത്രിയിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാം. അവിടെ ഉറുമ്പുകളാണ് ആചാര്യൻ പറയുന്നത്. തത്കുര്യാത് അഷ്ടഭിർമാസേഹി ഏന വർഷ സുഖം വസേത്. നിങ്ങൾക്ക് 8 മാസങ്ങൾ അധ്വാനിച്ചാൽ 4 മാസം സുഖമായിട്ട് കിടന്നുറങ്ങാം. നിങ്ങൾ കാണാം, മഴക്കാലത്ത് ഇന്ന് നമ്മൾ ഉറുമ്പിനെ കാണാറില്ല. ഉറുമ്പുകളൊക്കെ ഭാണ്ഡം ചുമന്നുകൊണ്ട് മഴയ്ക്ക് മുമ്പേ തന്നെ ഓരോ സ്ഥലത്തേക്ക് ദൂരസ്ഥലങ്ങൾക്ക് ലക്ഷ്യം വെച്ച് തങ്ങളുടെ കൂടുകളിലേക്ക് ഭക്ഷണം മുഴുവൻ ചുമന്ന് കൊണ്ടുപോകും. എന്നിട്ട് മഴക്കാലം സുഖമായിട്ട് തങ്ങളുടെ താനുണ്ടാക്കുന്ന കൂടുകളിൽ ഇരുന്നു കൊണ്ട് എന്തു ചെയ്യും? മഴക്കാലം 4 മാസം തള്ളി നീക്കും. ഇതാണ് ഉറുമ്പിൻ്റെ ചരിത്രം. നമുക്ക് അനുകരിക്കാം, നല്ല വാക്കുകൾ കേൾക്കാം. യുക്തിയുക്തം വജം ഗ്രാഹ്യേത് ബാലാദപി സുഖാദപി. പക്ഷികളിൽ നിന്നും തത്തയിൽ നിന്നും കുട്ടികളിൽ നിന്നും നല്ല വാക്കാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ചയാണ്, തിഥി തൃതീയ തിഥിയാണ്. കറുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ്. ഇന്നത്തെ നക്ഷത്രം ശനിയാഴ്ച ചതയം നക്ഷത്രമാണ്. ചതയം ഒരു ശുഭനക്ഷത്രമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കും ചതയം നക്ഷത്രം. ചതയം അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ നക്ഷത്രമായിട്ടാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി സഖാവ് സാക്ഷാൽ E.K. നായനാർ, അദ്ദേഹം ചതയം നക്ഷത്രമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ V.D. സതീശൻ, അദ്ദേഹം ചതയം നക്ഷത്രമാണ്. ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ചതയം നക്ഷത്രക്കാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. സാമ്പത്തിക വിഷയത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ, കേരള രാജ്യത്തിൻ്റെ സംസ്കൃതത്തിൽ സംസ്ഥാനത്തിന് രാജ്യം എന്നാണ് പറയുക. ഭാരത രാഷ്ട്രം, കേരള രാജ്യം. അതിനാൽ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി കൂടിയാണ് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി. സാമ്പത്തികമായി അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ, അപ്രകാരം തന്നെ വാക്കുകൾ പലപ്പോഴും അദ്ദേഹത്തിന് വിഴുങ്ങേണ്ടി വരും. സാമ്പത്തിക വിഷയത്തിൽ അദ്ദേഹം എടുക്കുന്ന നയപരമായ തീരുമാനങ്ങൾ പാളിപ്പോകാൻ സാധ്യത കൂടുതലാണ്. വളരെയധികം ശ്രദ്ധിക്കണം കുംഭൻ രാശിക്കാർ, ചതയം നക്ഷത്രക്കാർ. ഏതായാലും ഇന്നത്തെ ദിനത്തിന് നിർബന്ധമായ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ സർപ്പക്ഷേത്രത്തിൽ പോയേ മതിയാവുകയുള്ളൂ. തിരുവാതിര ചോതി ചതയം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം രാഹുവാണ്. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രധ്വനികളോടുകൂടി സർപ്പക്ഷേത്ര ദർശനം, ആയില്യപൂജ, സർപ്പബലി വഴിപാട് ചെയ്യുക. കേരളത്തിന് വെളിയിലുള്ളവർക്ക് നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുക. നമ്മുടെ മഹാരാഷ്ട്രയിൽ ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. അവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും, അടുത്തടുത്ത ക്ഷേത്രങ്ങളിൽ നവഗ്രഹമുണ്ട്. എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളിലും 50-ൽ പരം ക്ഷേത്രങ്ങളുണ്ട് മഹാരാഷ്ട്രയിൽ. അവിടെയൊക്കെ തന്നെ നവഗ്രഹത്തിൽ അവിടെ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെ ഗുണമാണെന്ന് അറിയുക. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ ശുഭ മുഹൂർത്തവും ശ്രദ്ധിക്കും. ഇന്ന് 10:30 മുതൽ 11:30 വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കും സമയം കണ്ടെത്താവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ദിനത്തെ, ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.